ഓ പെയിന്റ് അടിക്കാരൻ വന്നാ അമ്മേ പെയിന്റ് അടിക്കാൻ പണിക്കാരൻ വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ തുടങ്ങും ചോറ് ചായ വെള്ളം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗം ചിന്തിക്കാൻ വേണ്ടി പോണ്ട. ഇപ്പൊ 2 ദിവസം കൊണ്ട് തീരൂല ഈ പണി. ഇത്രയും കമ്പികൾ അടിക്കണ്ടേ? അത് തന്നെ. അപ്പൊ നമ്മള് കരാറ് കൊടുത്തേക്കണതാണ് ചായയും ചോറും ഒന്നും നമ്മ കൊടുക്കണ്ട. നമ്മളൊന്നും കൊടുക്കാൻ നിൽക്കണ്ട. അവര് കൊണ്ടുവരിക കൊണ്ടുവന്ന് കഴിക്കുക മേടിച്ച് കഴിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ. നമ്മൾ ആ ഭാഗം ചിന്തിക്കാൻ വേണ്ടി പോകണ്ട. അല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും ചോറ് ചായ വെള്ളം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ മൈൻഡാക്കാൻ നിൽക്കണം. അത് മതി. അമ്മ ഇന്ന വത്തക്ക തണുത്താ മോളെ? നല്ലോണം തണുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതെ, അകത്ത് വരുന്ന് കഴിക്കാം. അതാണ് നല്ലത്. ചേച്ചി അമ്മേ വിളിക്കുന്നുണ്ട്. ചോറിനായിരിക്കും. നമുക്കിവിടെ ഇന്ന് ചോറ് തീർന്നു എന്ന് പറയാം കേട്ടാ. എന്നാ അയ്യോ, ചോറിനാണെങ്കിൽ ചോറ് തീർന്നു പോയല്ല. അതല്ല ചേച്ചി, ചോറ് വേണമെന്നില്ല, കുറച്ച് കഞ്ഞിവെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. കഞ്ഞിവെള്ളം? അയ്യോ, കഞ്ഞിവെള്ളം ഇല്ലല്ലോ. അത് രാവിലെ കളഞ്ഞ് പാത്രം കഴുകി വെച്ച്. എന്നാ കുറച്ച് ചൂടുവെള്ളം തരൂ. ചൂടുവെള്ളം തരാം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനി ചോറും ചായയും വെള്ളം എല്ലാം കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ കരാറ് കൊടുത്തത് അത് തന്നെ. ചോറ് എന്നാ സമ്മതിക്കൂല മനുഷ്യനാ. അതൊടിക്കുന്നത് അപ്പോഴേക്ക് വിളിക്കും. വെള്ളം ചോറ് ചായ മറ്റേത് മറിച്ചത്. തിളപ്പിക്കൊന്നും വേണ്ട, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിലൊക്കെ തന്നെ ഇനി തിളപ്പിച്ച് ആറിയ വെള്ളം കൊടുക്കായിട്ടാണ്. വേഗം കൊടുത്തിട്ട് വാ മോളെ, എന്നിട്ട് വന്ന് ചോറ് തന്നെ. പിന്നെ അങ്ങോട്ട് നോക്കണ്ട. ഇതൊന്ന് കൊടുത്തിട്ട് വരട്ടെ. എന്നാ ഗ്ലാസ് അവിടെ വെച്ചേക്കട്ടാ. ആ TV ഒന്ന് വെച്ചേ മോളെ, അല്ല സിനിമയും കാണാല്ല. എന്നാ അമ്മ സിനിമ ആണ്. ഞാനിന്ന് കിടക്കട്ടെ. എന്നാ നീ പോ. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ് മാല മോഷ്ടിക്കുന്ന കള്ള. മാല മോഷ്ടിക്കാൻ പോയതല്ലേ? അയ്യോ അങ്ങനെയല്ല. തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. തന്നോട് ആരാണ് ഇതിനകത്ത് കയറാൻ വേണ്ടി പറഞ്ഞത്? അങ്ങനെ പറയല്ലേ. തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. നിങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂല. വീടിനകത്ത് കയറി മോഷ്ടിക്കാൻ നോക്കുന്നു. ഞാനിപ്പോ ഇത് കണ്ടില്ലായിരുന്നെങ്കിലാ. അല്ലെങ്കിലും ഈ പണിക്കാരെയൊന്നും വിശ്വസിച്ച് വീട്ടിനകത്ത് കയറ്റാൻ വേണ്ടി പറ്റൂല. മാല മോഷ്ടിക്കാൻ നോക്കുന്ന കള്ളെ. നിർത്തടി. അമ്മ കണ്ടില്ലല്ലോ. അമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇയാൾ അമ്മേനെ മാല മോഷ്ടിക്കാൻ നോക്കി. നീ കണ്ട മാല മോഷ്ടിക്കണത്? നമ്മ ചെയ്തതിന്റെ ഫലം എനിക്ക് തന്നെ കിട്ടി. ഇവിടെ നടന്നത് എന്താണെന്ന് നീ അറിഞ്ഞിട്ടാണ് ഈ പറയണത്? ആ TV ഒന്ന് വെച്ചേ മോളെ.
അല്ല സിനിമ കാണാല്ല. ഇന്നമ്മ എന്നാ അമ്മ സിനിമ ആണ്, ഞാനൊന്ന് കിടക്കട്ടെ. നീ പോ. നികിയേ നികിയേ അയ്യോ 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 ചേച്ചി 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 എന്തോ ചേച്ചി എന്തോ വലിക്ക ഇവിടെയാ ഞാനെടുക്കാം, ഞാൻ നോക്കാം, ഞാൻ നോക്കാം. ചേച്ചി ഇതാണ് ചേച്ചി, ഇതാണ്. ഓക്കേണ ചേച്ചി, ഓക്കേണ? ചേച്ചി ഓക്കെ അല്ലേ? എന്നാ എനിക്ക് ഇപ്പൊ കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോയാലോ? വെള്ള ഞാൻ എടുത്തിട്ട് വരാം ചേച്ചി. നമുക്കിവിടെ ചോറ് തീർന്നു എന്ന് പറയാം കേട്ടാ. അയ്യോ ചോറിനാണെങ്കിൽ ചോറ് തീർന്നു പോയല്ല. അതല്ല ചേച്ചി, ചോറ് വേണമെന്നില്ല, കുറച്ച് കഞ്ഞിവെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. കഞ്ഞിവെള്ളം ഒന്നും ഇവിടെ ഇല്ല. കഞ്ഞിവെള്ളം ഞങ്ങള് കഴുകി വെക്കും പാത്രം രാവിലെ തന്നെ. ഓ ഇതേച്ചി വെള്ളം കുടിക്ക്. കുഴപ്പമില്ല, ആശുപത്രി പോയാലോ? എന്നാ കുടിക്ക്. ഓ ഞാൻ പേടിച്ചുപോയി. ഇപ്പൊ കുഴപ്പമില്ല, എന്നാ വാ ഞാൻ പിടിക്കാം. കിടക്ക്, വാ വാ എനിക്ക് അവിടെ കിടക്കണ? ഇവിടെ കിടന്നാ മതിയാ? എന്നാ കിടന്നു. ഓ എടോ താൻ ജോലിക്ക് വന്നിട്ട് സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ വന്ന് മാല മോഷ്ടിക്കുന്ന കള്ള. താൻ അമ്മന്റെ മാല മോഷ്ടിക്കാൻ പോയതല്ലേ? അയ്യോ അങ്ങനെയല്ല. തന്നെ ഇന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കൂ. അല്ലെങ്കിൽ ഈ പണിക്കാരെയൊന്നും വിശ്വസിച്ച് വീട്ടിനകത്ത് കയറ്റാൻ വേണ്ടി പറ്റൂല. മാല മോഷ്ടിക്കാൻ നോക്കുന്ന കള്ളെ. നിർത്തടി. അമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇയാൾ അമ്മന്റെ മാല മോഷ്ടിക്കാൻ നോക്കി. നീ കണ്ടേ മാല മോഷ്ടിക്കാൻ നോക്കിയത്? നീ ഇവിടെ നടന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? ചാകാൻ പോണ നേരത്തെ ഒരു തുള്ളി വെള്ളം തരാൻ ഈ മോനെ ഉണ്ടായിട്ടുള്ളു, അതറിയോ മോനെ? നമ്മളോട് ക്ഷമിക്കും മോനെ, നമുക്കറിയാതൊരു തെറ്റ് പറ്റിപ്പോയി കേട്ടാ. എനിക്കും അതെ അവക്കും അതെ. കുഴപ്പമില്ലമ്മേ, നമുക്കിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ നമുക്കിതൊരു പതിവാ. പിന്നെ ഞങ്ങൾ കൂലിപ്പണിക്കാരേ രാവിലെ മുതൽക്ക് രാത്രി വരെ കിടന്ന് വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കണതേ ആരുടെയും കക്കാനും മോഷ്ടിക്കാനൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കക്കാനും മോഷ്ടിക്കാനൊക്കെ പോകാനാണെങ്കിൽ സുഖമല്ലേ അത്? ഇത്രയും കിടന്ന് അധ്വാനിക്കേണ്ട ആവശ്യമില്ലല്ലോ. അഭിമാനത്തോടൊരു ജോലി എടുത്ത് പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അന്നന്ന് കിട്ടുന്ന കൂലിയും കൊണ്ടേ കുടുംബം നോക്കുന്നവരാ ഞങ്ങൾ. സമ്പാദ്യമൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ അഭിമാനമുണ്ട്. ഇന്ന് വരെ ഒരാളുടെയും കക്കാനും മോഷ്ടിക്കാൻ ഞങ്ങൾ പോയിട്ടില്ല, അത് ആഗ്രഹവുമില്ല. പിന്നെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് വീടുകളിൽ ഞാൻ ജോലിക്ക് പോകാറുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കൂലിയും നിങ്ങൾ തരാറുണ്ട്. ചില സ്ഥലത്ത് നിന്ന് ഭക്ഷണം കിട്ടും, ചില സ്ഥലത്ത് നിന്ന് കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ പണി കൃത്യം എടുത്ത് തീർത്തിട്ട് ഞങ്ങൾ എല്ലായിടത്തും പോരാറുള്ളൂ. പണിയപ്പോൾ കുറേ ബാക്കിയുണ്ട്, തീർക്കട്ടെ ഏട്ടാ. ശരി. മറ്റുള്ളവരെയൊക്കെ തീർത്തും അന്യരായി കാണുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടാകുമല്ലേ? അങ്ങനെയുള്ളവർ ഒന്നോർത്താൽ നല്ലത്. നമുക്കൊരാപത്ത് വന്നാൽ ചിലപ്പോൾ ആ സമയം നമ്മുടെ ബന്ധുക്കൾക്കോ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഓടിയെത്താൻ കഴിയണമെന്നില്ല.
പകരം ചിലപ്പോൾ നമ്മൾ പോലും അറിയാത്ത ഒരാളായിരിക്കും നമുക്കൊരു സഹായത്തിനായി വരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള എല്ലാവരോടും ഒരു കരുണയുള്ളവരായിരിക്കണം നമ്മൾ. ദാഹിച്ച വെള്ളം പോലും കൊടുക്കാൻ മടിച്ച് ഇവർക്ക് ഇപ്പോൾ സംഭവിച്ചത് കണ്ടില്ല. അതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ.